ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികളൊക്കെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മദ്രസയിലൊക്കെ പരീക്ഷയാണ്. അപ്പോൾ അതാ മോനൊക്കെ അതൊരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് വൈകുന്നേരം പറഞ്ഞ് ഞാൻ രാവിലെ വായിക്കാറിട്ടോ. അപ്പോൾ അങ്ങനെ ഓന് രാവിലെ നീച്ചിട്ട് ഇങ്ങനെ വായിച്ചിട്ടിരിക്കാണ് കേട്ടോ. പിന്നെ ഞാനിത് അവിടെ ചായയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിലു ഇവിടെ കിച്ചണിൽ വന്നിട്ടാണ് കേട്ടോ വായിക്കുന്നത്. അപ്പോൾ ദിലുവിന് രാവിലെ വായിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ മോനും വൈകുന്നേരം വായിക്കുമ്പോൾ പറഞ്ഞാൽ രാവിലെ വായിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓന് വായിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദിലുവിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദിലു ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ പൊടി ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാവിലേക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അധിക കഷ്ണങ്ങളൊന്നും ഇടാതെ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം മതി, അങ്ങനത്തെ രീതിയിലുള്ള സാമ്പാറായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ അങ്ങനെ ഞാനിതാ കറിയൊക്കെ വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പും ഉള്ളിയും തക്കാളിയൊക്കെ തലേന്ന് തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഞാനതൊന്ന് വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് അവിടെ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ചൂടുവെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മക്കൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കാൻ പറയലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറന്നു പോയാൽ പിന്നെ ഓൽ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചാൽ ഓലതെടുത്ത് കുടിച്ചോളും. അപ്പോൾ ഞാനങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾക്ക് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രെഡും ചായയും കൊടുത്തത്. അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ഓലിങ്ങനെ സിമ്പിളായിട്ടുള്ളതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പരീക്ഷയ്ക്ക്. അപ്പോൾ അങ്ങനെ ഓൾക്ക് ബ്രെഡും ചായയും മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾക്ക് അതാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഓൾക്ക് ഇഡ്ഡലിയൊക്കെ വന്നിട്ട് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് വേഗം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഓലിതാ ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പോകാൻ നിന്നപ്പോൾ മോന് നല്ലൊരു വായനയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വായിച്ചോട്ടെ എന്ന് കരുതിട്ടോ. അപ്പോൾ ഓൾക്ക് 6:30 കേട്ടോ പരീക്ഷ. അപ്പോൾ ഒരു 6:15 ആകുമ്പോഴത്തേന് പോകുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് രാവിലെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകാൻ നല്ലൊരു മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല് രണ്ടാളും മദ്രസക്ക് പോയിട്ടോ. അപ്പോൾ തന്നെ മീഷൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീഷു എൻ്റെ മടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നീച്ചാൽ മേത്തുനിന്ന് ഇറങ്ങി കിട്ടാൻ നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷുവിനൊക്കെ സോപ്പിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗത ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലീൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് കുറേ തട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഇഡ്ഡലി അവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി മാവ് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗത കോഴിക്കളൊക്കെ വിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത്.
അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചാണ്ട് പിന്നെ ഞാൻ ആകെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പും വീതനൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം പാത്രം കഴുകി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായം കടിയൊക്കെ ആയപ്പോഴത്തേന് കുറേ പാത്രമൊക്കെ കഴുകാണ്ടായിട്ട് അപ്പോൾ ഞാൻ എല്ലാതും സിങ്കിലേക്ക് കൊണ്ടുവച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും സിങ്കിലേക്ക് കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഇങ്ങനെയൊക്കെ റെഡിയാക്കിയാൽ നമുക്ക് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കഴുകാനുള്ളതൊക്കെ ഇങ്ങനെ സിങ്കിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ആകെപ്പാടൊന്നുകൊണ്ട് തുടച്ചിട്ടാൽ നമുക്ക് നല്ലൊരു പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇനി ഇവിടെയൊക്കെ തുടച്ച് നന്നാക്കാണ്ടല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാം തുടച്ചിട്ടിട്ട് പിന്നെ പാത്രം കഴുകാൻ നിന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പും വീതനൊക്കെ നന്നായിട്ട് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടാകുമ്പോഴത്തേന് ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിടട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ മോനൊക്കെ മദ്രസിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷ്കുട്ടനൊക്കെ അതാ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ കിച്ചണിലെ പാത്രമൊക്കെ കഴിയാണ്ട് അതൊക്കെ ഒന്ന് അടുക്കി വെച്ചാണ്ട് അടിച്ചു വാരിയിട്ടാൽ തന്നെ നമ്മുടെ വീട്ടിലെ പകുതി പണി ഒരുങ്ങിയ പോലെ തോന്നൂലേ. അപ്പോൾ ഇതാ മിഷു മുറ്റത്ത് കൂടെ ആകെ ഓടൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ അവനെ ഊഞ്ഞാലിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ ആട്ടാനും കൂടി ഉണ്ടെങ്കിൽ അവനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഊഞ്ഞാലാടി ഇരിക്കണത്. അപ്പോൾ സിറ്റൗട്ടൊക്കെ അടിച്ചൊരു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ് കേട്ടോ. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അകൊക്കെ അടിച്ചവർ വന്നപ്പോഴത്തേന് ഇതാ വെള്ളമൊക്കെ ചൂടായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടാണ്ട് പിന്നെ ഞാനിതാ മിഷുവിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് രാവിലെ ഒന്നും അങ്ങനെ കഴിക്കൂല, ഓന് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓനക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മിഷുവിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഓൾക്ക് സ്കൂൾക്കുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾക്ക് മുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഞാനിതാ മുട്ട ഇങ്ങനെയാണ് പൊരിച്ച് കൊടുക്കുന്നത്, മുട്ട മിക്സ് ചെയ്യാതെ ഇങ്ങനെ. എന്നിട്ട് ഇതിന് മുകളിൽ കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുട്ട പൊരിച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് രണ്ടാക്കും ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മോനിനൊക്കെ സ്കൂൾക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിനെ തിരഞ്ഞിട്ട് ഇളയച്ചൻ്റെ മോന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല് രണ്ടാളും സ്കൂൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മിഷു മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം മിഷുവിനെ കുളിപ്പിച്ചിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ മിഷുവിനെ വേഗം കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മിഷുവിനൊക്കെ ഉറക്കി വന്നപ്പോഴത്തേന് ചോറൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയിൽ മീനൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ മീനാണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ പുളി ഇട്ട് വെച്ചതായിന്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് മുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് ഇതിലേക്ക് മീനിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയിട്ട് വറ്റിച്ച് വെച്ച മീൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ചോറ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ഈ മീനൊന്നും ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മീനൊക്കെ നല്ല വിലക്കുറവാണല്ലേ. അപ്പോൾ എല്ലാവർക്കും മീനൊക്കെ മടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അയിലായാലും മത്തിയായാലും ഒക്കെ നല്ല വിലക്കുറവാണല്ലേ. അപ്പോൾ ഇത് കൂടെ ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെങ്കിൽ ഒന്ന് പറയൂട്ടോ. അപ്പോൾ മീൻ ഇതങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് പൊരിച്ചിട്ടൊക്കെ ഒരു മടുപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ചിട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കുകൊണ്ടു, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ മീനോടൊക്കെ ഒരു മടുപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കുമ്പോൾ ഒരു കുറേയൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മസാലയുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ കുറച്ച് മമ്പയർ വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ രാവിലത്തെ ഇഡ്ഡലിത്തെ കുറച്ച് സാമ്പാർ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ മതി. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.